ഗൈസ്, അപ്പോൾ IBI മൂവീസിന്റെ ഭാഗത്ത് നിന്ന് പുതിയ വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. സർവീസ് ബോയ് എന്നാണ് വെബ് സീരീസിന്റെ പേര്. ഇതൊരു വെബ് സീരീസ് ആണോ ഷോർട്ട് ഫിലിം ആണോ എന്ന കാര്യം കൺഫേം ആയിട്ടില്ല. അങ്ങനെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, അതായത് ഓരോ പുതിയ വെബ് സീരീസുകൾ റിലീസ് ചെയ്യുമ്പോൾ ആ ഒരു വെബ് സീരീസിന്റെ എപ്പിസോഡിന്റെ അവസാനം നെക്സ്റ്റ് എപ്പിസോഡിന്റെ കുറച്ച് ഗ്ലിംസും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ടല്ലോ. അത് ഇത്തവണ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് മിക്കവാറും ഇതൊരു ഷോർട്ട് ഫിലിം ആവാൻ വേണ്ടിയാണ് ചാൻസസ് കാണുന്നത്. ഓക്കെ, സെക്കൻഡ് എപ്പിസോഡ് വരികയാണെങ്കിൽ നമുക്കറിയാമല്ലോ. മിക്കവാറും വരാൻ ചാൻസ് ഇല്ല. പുതിയ സീരീസ് ആയിരിക്കും IBI മൂവീസിന്റെ ഭാഗത്ത് നിന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കൊട്ടും സമയം കളയാതെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ IBI മൂവീസിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും പുതിയതായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന വെബ് സീരീസ് ആണ് സർവീസ് ബോയ്. അപ്പോൾ ഫോറംലായിട്ട് റിവ്യൂയിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു വെബ് സീരീസിന്റെ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഡ്യൂറേഷനെ പറ്റി നോക്കാം. ഏകദേശം 22 മിനിറ്റും 6 സെക്കൻഡുമാണ് ഒരു വെബ് സീരീസിന്റെ ഡ്യൂറേഷൻ വന്നിരിക്കുന്നത്. ഒരു ആവറേജ് ഡ്യൂറേഷനുള്ള ഒരു വെബ് സീരീസ് ആണ് ഇതൊക്കെ. ഈ ഒരു ടൈം കൊണ്ട് തന്നെ പറയാൻ ഉദ്ദേശകാരനൊക്കെ വ്യക്തവും സ്പഷ്ടമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ വെബ് സീരീസിന്റെ പ്ലോട്ട് അല്ലെങ്കിൽ ഒരു കഥാസാഹചര്യത്തെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ നായികയുടെ ലാപ്ടോപ്പ് കേടാവുകയാണ്. ഓക്കെ, അപ്പോൾ ലാപ്ടോപ്പ് കേടായതുകൊണ്ട് തന്നെ ഒരു ടെക്നീഷ്യനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുവാണ്. ലാപ്ടോപ്പ് ടെക്നീഷ്യനെ ലാപ്ടോപ്പ് സർവീസ് ചെയ്യാൻ വേണ്ടി ലാപ്ടോപ്പ് നന്നാക്കണമല്ലോ. അങ്ങനെ ടെക്നീഷ്യൻ വീട്ടിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മുടെ നായിക പറയുവാണ്, എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്, എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഒരുങ്ങാൻ പോവാണ്, ലാപ്ടോപ്പ് ശരിയാക്കി കഴിയുമ്പം പറഞ്ഞാൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ നായകൻ കുത്തിയിരുന്ന് ലാപ്ടോപ്പൊക്കെ നന്നാക്കിയതിന് ശേഷം നോക്കുമ്പോൾ നായികയെ കാണാനില്ല. ഫോൺ വിളിച്ച് നോക്കിയപ്പോൾ ഫോണും അവിടെ താഴെ വെച്ചിട്ടാണ് പുള്ളിക്കാരി റൂമിലേക്ക് പോയത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നായകൻ നൈസായിട്ട് കാര്യം പറയാൻ വേണ്ടി റൂമിലേക്ക് കയറി ചെല്ലുവാണ് നായികയുടെ. അപ്പോൾ ഈ നായിക പോകാൻ വേണ്ടി ഫംഗ്ഷന് പോകാൻ വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറുവാണ്. ഓക്കെ, കുളി കഴിഞ്ഞ് വന്നേ ഉള്ളൂ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറുവാണ്. ഇത് കണ്ടതും നമ്മുടെ നായകൻ ഇങ്ങനെ സ്തംഭിച്ച് നിന്ന് പോവുകയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് പുറകോട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ നായിക കാണുന്നത് നായകൻ അതെല്ലാം ഒളിഞ്ഞു നിന്ന് കാണുമായിരുന്നു എന്നുള്ളത്. പക്ഷെ കണ്ടു നിന്ന് നമ്മുടെ നായകൻ്റെ കൺട്രോൾ പോയി നമ്മുടെ നായികയെ കയറി പിടിക്കുകയാണ്. അതിനുശേഷം നടന്ന സംഭവമായ കാര്യങ്ങളാണ് വെബ് സീരീസിൻ്റെ പ്ലോട്ട് അല്ലെങ്കിൽ കഥാസാഹചര്യമായിട്ട് പറഞ്ഞു പോകുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. ബാക്കി എന്ത് സംഭവിക്കും എന്നുള്ളത് സീരീസ് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു ചിലപ്പോൾ സീരീസ് കാണേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ സീരീസ് കാണുമ്പോൾ കിട്ടുന്ന ആസ്വാദനം നഷ്ടപ്പെടാൻ വേണ്ടി ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കി എന്ത് സംഭവിക്കും എന്നുള്ളത് സീരീസ് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഈ വെബ് സീരീസിൻ്റെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ നായകൻ റോട്ടിൽ നിൽക്കുന്നതും വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വരുന്ന അങ്ങനെ കുറച്ച് ഷോട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഔട്ട്ഡോറും ഇൻഡോർ ആണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇൻഡോർ ആണെങ്കിൽ ശരി, ഔട്ട്ഡോർ ആണെങ്കിൽ ശരി, വൃത്തിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. സിനിമോഗ്രാഫിയൊക്കെ ഉള്ളതായിരുന്നു, നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഭാഗത്തെ കുറിച്ച് കുറ്റകരമൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ എടുത്തുവിട്ട ഫാക്ടർ ഡബ്ബിങ് ആൻഡ് ഡയലോഗ്സ് ആണ്. പ്രോപ്പറായ ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്, നല്ല പ്രോപ്പറായിട്ട് ലിപ്സിംഗ് ഒക്കെ ചെയ്താണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതായത് സീനൊക്കെ ഒന്ന് കൊഴിപ്പിച്ച് കാണിക്കുന്ന കാര്യത്തിൽ ഡയലോഗ്സ് വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. കാരണം ആ ഒരു എന്താ പറയുക, സംഭവത്തിലേക്ക് നമ്മളെ കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഡയലോഗ്സ് വഹിച്ച പങ്ക് വളരെ വലുത് തന്നെയാണ്. ഓക്കെ, പിന്നീട് ബാക്കി ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് ആണെങ്കിലും കട്ട്സ് ആണെങ്കിലും ഇവൻ എന്താ പറയുക, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വൃത്തിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്തേക്കും പ്രത്യേകിച്ച് കുറ്റക്കുറവൊന്നും പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ഇതൊന്നും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ നിന്നറിയാം. താല്പര്യമുള്ള വിഷയങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ IBI മൂവീസിൻ്റെ കാര്യം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അവരങ്ങനെ കാണിക്കാറില്ല. അതായത് ഒരു പ്രത്യേക രീതിയാണ്. കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണിക്കുന്നുണ്ട്, പക്ഷെ കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കാണിക്കുന്നുമില്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പക്ഷേ ഈ ഒരു ജോണർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അധികം ആളുകളുണ്ട്. കാരണം ഈ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പല ആൾക്കാരും ഇങ്ങനെ കമൻറ്റ് ബോക്സ് വഴി പറയുകയും പിന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് പറയുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സീരീസ് ഇറങ്ങിയ കാര്യം തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത്തരം സീരീസുകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അധികം ആളുകളുണ്ട്. അതായത് സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാക്കി സെക്കൻഡറി ആയിട്ട് കാണുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. IBI മൂവീസിൻ്റെ ഭാഗത്ത് ഇതിനു മുമ്പ് റിലീസായ വെബ് സീരീസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു നല്ലൊരു സീരീസ് തന്നെയായിരിക്കും സർവീസ് ബോയ്. അപ്പോൾ സർവീസ് ബോയുടെ സർവീസ് ഇഷ്ടപ്പെട്ടോ എന്നീ കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ.